നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊരു വിജയമാണ് ഇന്നലെ മുംബൈ ഇന്ത്യൻസ് നേടിയത്. അതായത് DC കൊണ്ടുപോയ കളി അവരുടെ മൂക്കിൻ തുമ്പത്ത് നിന്ന് പിടിച്ചു വാങ്ങുക, അല്ലെങ്കിൽ ചുണ്ടിനരികിൽ നിന്ന് പിടിച്ചു വാങ്ങുക എന്ന് പറയില്ല നമുക്ക്, അതുപോലെയുള്ള ഒരു വിജയമാണ് ഇന്നലെ മുംബൈ ഇന്ത്യൻസ് നേടിയിരിക്കുന്നത്. ഹാട്രിക് റണ്ണൗട്ടുകൾ ആണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് ടൈറ്റിൽ കൊടുത്തത്. ഓടിത്തോറ്റ് DC എന്ന് അനാവശ്യ തിടുക്കം അവരുടെ ബാറ്റർമാർ കാണിച്ചു. അതുകൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു തോൽവി കൂടിയാണിത് DC സംബന്ധിച്ചിടത്തോളം. അവരുടെ അൺബീറ്റൺ റൺ അവിടെ അവസാനിക്കുകയാണ്. അതേസമയം മുംബൈ ഇന്ത്യൻസിന് ഇത് മച്ച് നീഡഡ് വിന്നായിരുന്നു. കാരണം ഒറ്റ വിജയവുമായിട്ട് അങ്ങനെ നമ്മുടെ ഇവിടെ ഫാൻസൊക്കെ പറഞ്ഞ പോലെ അടിവാരത്ത് CSKക്കൊപ്പം സല്ലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അവിടെ നിന്ന് വിജയിച്ച് കയറി മുന്നോട്ട് പോകാൻ പറ്റി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. കളിയിൽ സംഭവിച്ചത് മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 205 റൺസാണ് അടിച്ചത്. തിലകിൻ്റെ 59 റൺസും റിക്കിൾട്ടൻ്റെ 41 റൺസുമാണ് അവരുടെ ഇന്നിങ്സിന് കരുത്തു പകർന്നത്. കുൽദീപ് 23 റൺസിന് 2 വിക്കറ്റ് എടുത്തു. മറുപടി ബാറ്റിങ്ങിൽ ഡൽഹി ക്യാപിറ്റൽസ് 193 ഓൾ ഔട്ട് ആവുകയായിരുന്നു. കരുൺ നായരുടെ ഇന്നിങ്സ് തന്നെയാണ് സോ സ്പെഷ്യൽ. 89 റൺസ് അദ്ദേഹം അടിച്ചു. പോറൽ 33 റൺസ് അടിച്ചു. മുംബൈയെ സംബന്ധിച്ചിടത്തോളം കരൺ ശർമ്മയുടെ ഇമ്പാക്റ്റ് സബ്ബായിട്ട് വന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കൽ അത് വലിയ രൂപത്തിൽ ഗുണകരമായി. 36 റൺസ് അദ്ദേഹം 3 വിക്കറ്റ് വീഴ്ത്തി. ഒടുവിൽ 12 റൺസിൻ്റെ വിജയം മുംബൈ സ്വന്തമാക്കി. ഇതാണ് കളിയുടെ രത്ന ചുരുക്കം. ഇനി ഇതിൽ ചില സംഭവങ്ങൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കി കാണേണ്ടതുണ്ട്. അതിലേക്കാണ് വരുന്നത്. ഓരോ കളിക്ക് ശേഷവും നമ്മൾ വിശദമായിട്ടുള്ള റിവ്യൂ പറയാറുണ്ട്. പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണവും നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ റിവ്യൂ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ കളിയിൽ നമ്മൾ പ്രധാനമായും കാണേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, IPLൻ്റെ പുതിയ റൂള്. ആ റൂള് ഇന്നലത്തെ കളിയിൽ വലിയ രൂപത്തിൽ മുംബൈ ഇന്ത്യൻസിന് ഗുണകരമായി. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ IPL ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ റൂളിലെ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. രണ്ടാം ഇന്നിങ്സിൽ 12 ഓവറിന് ശേഷം, അതായത് 11 ഓവറുകൾക്ക് ശേഷം വേണമെങ്കിൽ അമ്പയർക്ക് ബോൾ ചേഞ്ച് ചെയ്യാം. അതായത് ഡ്യൂ ഫാക്ടറും മറ്റുമൊക്കെ നോക്കി, ബോളിൻ്റെ കണ്ടീഷൻ നോക്കി വേണമെങ്കിൽ ബോൾ ചേഞ്ച് ചെയ്യാം. ഇന്നലെ അങ്ങനെ ബോൾ ചേഞ്ച് ചെയ്തു. ഡ്രൈ ബോൾ വന്നതോടുകൂടി കുതിച്ചു പാഞ്ഞിരുന്ന DCക്ക് അത് വലിയ തിരിച്ചടിയായി. അവർക്ക് റൺസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെയായി. സ്റ്റബ്സിൻ്റെ വിക്കറ്റും KL രാഹുലിൻ്റെ വിക്കറ്റുമൊക്കെ അതിനെ തുടർന്ന് സംഭവിച്ചതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്, കളി കൈവിട്ടു എന്ന് തോന്നിച്ചിടത്ത് നിന്ന് തിരിച്ചു വന്ന മുംബൈ ഇന്ത്യൻസിൻ്റെ മനോധൈര്യമാണ്. ആ ടൈം ഔട്ടിൻ്റെ സമയത്ത് രോഹിത്തും മഹേള ജയവർദ്ധനയും അതുപോലെ ഹാർദിക്കുമൊക്കെ ചേർന്നുകൊണ്ട് പ്ലാൻ ചെയ്യുന്നത് കണ്ടല്ലോ. അതനുസരിച്ച് പിന്നീട് കാര്യങ്ങൾ അവർ നടപ്പാക്കി എന്ന് വേണം കരുതാൻ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DCയുടെ ബാറ്റർമാരുടെ അമിത തിടുക്കം ഒരു തിരിച്ചടിയായി DCക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് MIക്ക് അനുഗ്രഹമായി മാറിയിട്ടുമുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യം. ഒന്ന്, വിപ്രാജ് നിഗത്തിൻ്റെ പുറത്താവലാണ്. അദ്ദേഹത്തെ കൊണ്ട് നന്നായിട്ട് ഹിറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സാൻഡറുടെ ഓവറിൽ 6ഉം 4ഉം അടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് സ്റ്റംപ്ഡായി അദ്ദേഹം പുറത്തു പോകേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. വേണ്ട, അവസാനം എന്താ സംഭവിച്ചത്? 20 ഓവറിലേക്ക് കളി എത്തിയില്ല. 19ാമത്തെ ഓവറിൽ എന്തിനായിരുന്നു ഇത്ര തിടുക്കം? നല്ല രൂപത്തിൽ തുടങ്ങിയതല്ലേ ബുംറയുടെ ആ ഓവറിൽ 2 ഫോറുകളുമായിട്ട് അശുതോഷ് നല്ല രൂപത്തിൽ തുടങ്ങിയതാണ്. വീണ്ടും ആ ഡബിളിന് ഓടി അദ്ദേഹം റണ്ണൗട്ടാവുന്നു. അതിനു മുമ്പ് സ്റ്റാർക്കിന് സിംഗിൾ കൊണ്ട് സ്ട്രൈക്ക് കൊടുക്കാതിരുന്നത് എന്തിനായിരുന്നിരിക്കാം? സ്റ്റാർക്ക് അത്ര മോശം ബാറ്ററൊന്നുമല്ല. എന്തായാലും അമിത തിടുക്കം അവിടെ കാണിച്ചു. ക്വിക്ക് ഡബിൾ നോടി, സിംഗിളല്ല ക്വിക്ക് ഡബിൾ നോടി റണ്ണൗട്ട് ആവുകയും ചെയ്തു. പിന്നാലെ വന്നവരും അതേ പരിപാടി തന്നെ തുടർന്ന് റണ്ണൗട്ടായി. തുടരെ 3 റണ്ണൗട്ടുകൾ. സോ അനാവശ്യ തിടുക്കം കാണിച്ച DC അങ്ങനെ കളി സ്വയം കളഞ്ഞു കുളിച്ചു എന്നും നമുക്ക് പറയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ കളിയിൽ നമ്മൾ കൈയടിക്കേണ്ട ഒരു പ്രകടനം വന്നത് തോറ്റ ടീമിൽ കളിച്ച നമ്മുടെ കരുൺ നായരിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നിങ്സ് 7 വർഷങ്ങൾക്ക് ശേഷമാണ് IPL അദ്ദേഹം അർദ്ധ സെഞ്ചുറി നടത്തുന്നത്. വളരെ വളരെ ഡൊമിനേറ്റിംഗ് ആയിട്ട് മുംബൈയുടെ ബൗളർമാരെയൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തു. 2022 ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം IPL കളിക്കുന്നത് എന്നുകൂടി ഓർക്കുക. സോ അദ്ദേഹം തീർച്ചയായിട്ടും കയ്യടി അർഹിക്കുന്നതാണ്. അതോടൊപ്പം നമ്മൾ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് കരൺ ശർമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റാണ്. ആ ഇമ്പാക്റ്റ് അദ്ദേഹം പിഴുത 3 വിക്കറ്റുകൾ, അതാണ് കളി മുംബൈക്ക് അനുകൂലമാക്കി ഓപ്പൺ അപ്പ് ആക്കി കൊടുത്തത്. അതിലൂടെ പിന്നെ അങ്ങ് കയറി പോവുകയാണ് മുംബൈ ഇന്ത്യൻസ് ചെയ്തത് എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കളി നമ്മൾ
സ്കോർ കാർഡ് വെച്ചുകൊണ്ടൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസിന് നിരാശ അത് രോഹിത് ശർമ്മയുടെ കാര്യത്തിലാണ്. രോഹിത് എന്താണ് ഈ ഒരു സീസണിൽ നമ്മൾ അദ്ദേഹത്തിൽ നിന്നൊരു മികച്ച പ്രകടനം ഇനി കാണില്ലേ? അദ്ദേഹത്തിന് നല്ല സ്റ്റാർട്ട് ലഭിക്കുന്നുണ്ട്, അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ബിഗ് സ്കോറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെയും അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് സിക്സറും മനോഹരമായ ബൗണ്ടറിയും ഒക്കെ നമ്മൾ കണ്ടു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സിക്സർ എന്ന് പറഞ്ഞാൽ ടോപ്പ് എഡ്ജ് കൊണ്ടുപോയതാണ്, അത് നമ്മൾ കാണാതിരിക്കുന്നില്ല. പക്ഷേ മനോഹരമായ ബൗണ്ടറിയൊക്കെ ഉണ്ടായിരുന്നു. വിപ്രാജ് നിഗത്തിൻ്റെ പന്തിൽ LBWയിൽ കുരുങ്ങി 12 പന്തിൽ നിന്ന് 18 റൺസ് എന്ന് പറയുമ്പോൾ അത് ആദ്യം അമ്പയർ നിഷേധിച്ച LBW അപ്പീലായിരുന്നു. പക്ഷേ അത് റെഫർ ചെയ്തു, റിവ്യൂ കൊടുത്തു, ആ ഒരു വിക്കറ്റ് എടുക്കുകയാണ് അവർ ചെയ്തത്. റിക്കിൾട്ടനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നലെ നല്ല ടച്ചിലായിരുന്നു. അത് ആശ്വാസകരമാണ് മുംബൈ ഇന്ത്യൻസിന്. 2 ഓപ്പണർമാരും ഒരുപോലെ മോശമാകുന്ന ഘട്ടത്തിൽ നിന്ന് ഒരാളെങ്കിലും നല്ല രൂപത്തിലേക്ക് മാറിയല്ലോ. മാത്രമല്ല IPL അവരുടെ ഈ സീസണിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് സ്റ്റാൻഡാണ്. രോഹിത് പോകുമ്പോൾ അവർ 47 റൺസിലേക്ക് എത്തിയിരുന്നു 5ാമത്തെ ഓവറിൽ. അത് റിക്കിൾട്ടൺ 25 പന്തിൽ നിന്ന് 41 എന്ന രൂപത്തിൽ മികച്ച രൂപത്തിൽ തന്നെ കളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ കുൽദീപ് വന്നു വിക്കറ്റ് എടുത്തു എന്നുള്ളതാണ്. സൂര്യകുമാർ യാദവ് നമ്പർ 3 ഈ സീസണിൽ ആദ്യമായിട്ട് കളിക്കാൻ ഇറങ്ങിയാണ്. അത് അദ്ദേഹം ആ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. 28 പന്തിൽ 5 4ഉം 2 6ഉം അടക്കം അദ്ദേഹം 40 റൺസ് അടിച്ചു. ഒരിക്കൽ കൂടി കുൽദീപാണ് വിക്കറ്റ് എടുത്തത്. തിലക് വർമ്മ നമുക്കറിയാമല്ലോ 2 കളിക്ക് മുമ്പ് റിട്ടയർഡ് ഔട്ടാക്കി അദ്ദേഹത്തെ പിൻവലിച്ച അതേ തിലക് വർമ്മ അതിനുശേഷം വർദ്ധിത ആവേശത്തോടുകൂടി വർദ്ധിത വീര്യത്തോടുകൂടി കളിക്കുന്ന കാഴ്ചയാണ്. ഇന്നലെയും മനോഹരമായിട്ട് കളിച്ചു. ഒടുവിൽ മുകേഷ് കുമാറിൻ്റെ പന്തിൽ അഭിഷേക് പോറിൽ പിടിച്ച് പുറത്താകുമ്പോഴേക്കും 33 പന്തിൽ 59 റൺസ് അടിച്ചിരുന്നു. ഹാർദിക് പാണ്ഡ്യ നിഗം 2 റൺസിന് മടക്കി വിട്ടു. പക്ഷേ നമാൻ ദിർ തൻ്റെ മികവ് തുടരുകയാണ്. 17 പന്തുകളിൽ നിന്ന് അദ്ദേഹം 3 4ഉം 2 6ഉം അടക്കം 38 റൺസ് അടിച്ചു. അങ്ങനെ 205 അത് നല്ല സ്കോറാണ് എന്ന തോന്നലുണ്ടായിരുന്നെങ്കിൽ തുടക്കത്തിൽ തന്നെ മഖാർക്കിനെ വീഴ്ത്തിയപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ പ്രതീക്ഷ ഒന്നുകൂടി വർദ്ധിച്ചാണ്. പക്ഷെ അവിടെ നിന്നാണ് കരുൺ നായർ കളിയും കൊണ്ട് പോകും എന്ന തോന്നലുണ്ടാക്കിയത്. ഏതായാലും നമ്മൾ DC ബൗളർമാരുടെ കാര്യം പറയുമ്പോൾ കുൽദീപ് 4 ഓവറിൽ 23 റൺസിന് 2 വിക്കറ്റ് എടുത്തത് തന്നെയാണ് സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ്. 4 ഓവറിൽ 38 റൺസാണ് മുകേഷ് കുമാർ വിട്ടുകൊടുത്തത്. വിപ്രാജ് നിഗം 4 ഓവറിൽ 41 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർക്കിന് 4 ഓവറിൽ 43 റൺസ് കിട്ടി എന്നുള്ളതും മറക്കേണ്ട. അത് ആ ഒരു ഓവറിൽ നമ്മുടെ രോഹിത് ശർമ്മ ആഞ്ഞടിച്ചതാണ്. ടോപ്പ് എഡ്ജ് സിക്സറൊക്കെ ഉണ്ടായിരുന്നു എന്നതും മറക്കുന്നില്ല. എന്തായാലും മഖാർക്കിനെ ഗോൾഡൻ ഡക്കാക്കി വിട്ടുകൊണ്ട് ചാഹർ ഒരു പ്രതീക്ഷ നൽകുകയാണ് മുംബൈ ഇന്ത്യൻസിന്. പക്ഷേ ആ പ്രതീക്ഷകളെ തച്ച് തകർക്കുന്ന രൂപത്തിൽ കരുൺ നായർ എത്ര മനോഹരമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് 40 പന്തിൽ നിന്ന് 12 4ഉം 5 6ഉം നിർലോഭമായിട്ട് ഇങ്ങനെ ആ ബൗണ്ടറികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. 89 റൺസാണ് അദ്ദേഹം അടിച്ചത്. മറുഭാഗത്ത് അഭിഷേക് പോർലി 33 റൺസുമായിട്ട് മടങ്ങി. KL രാഹുൽ 15 റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പിന്നീട് ആ ബോൾ മാറ്റിയതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അക്സർ പട്ടേൽ 9 റൺസ്, ട്രിസ്റ്റൻ സ്റ്റബ്സ് 1 റൺസ്, അശുതോഷ് ശർമ്മ 17 റണ്ണൗട്ടാകുന്നു. വിപ്രാജ് നിഗം 14 റൺസ്. സാന്നറെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം സ്റ്റംപ്ഡായി പോവുകയായിരുന്നു. സ്റ്റാർക്ക് ഒരു ഭാഗത്ത് നിൽക്കവേ ബാക്കിയുള്ളവർ വന്നുപോയി. കുൽദീപ് റണ്ണൗട്ട്, മോഹിത് ശർമ്മ റണ്ണൗട്ട്. ഇങ്ങനെയാണ് കളി അവസാനിക്കുന്നത്. 19 ഓവറിൽ കളി അവസാനിക്കുന്നു. അങ്ങനെ കരൺ ശർമ്മ 4 ഓവറിൽ 36 റൺസിന് 3 വിക്കറ്റ് എടുത്തുകൊണ്ട് ഹൈ ഇമ്പാക്റ്റ് കളിയിൽ ഉണ്ടാക്കുന്നു. ദീപക് ചാഹറുടെ ബൗളിംഗ് നമ്മൾ പറയണം. 3 ഓവറിൽ 24 റൺസിന് അദ്ദേഹം 1 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ നമ്മൾ പ്രധാനമായും കൈയടിക്കേണ്ടത് ആ ഒരു വർദ്ധിത വീര്യത്തോടുകൂടി പോരാടിയ മുംബൈ ഇന്ത്യൻസിൻ്റെ കളിക്കാർക്ക് തന്നെയാണ്. കളി കൈവിട്ടു എന്നുള്ളിടത്ത് നിന്ന് റണ്ണൗട്ടുകളിലൂടെ അവർ കളി തിരികെ പിടിക്കുകയായിരുന്നു. പിന്നെ ഡ്രൈ ബോൾ വന്നപ്പോൾ DC കാര്യങ്ങൾ കൈവിടുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. ഏതായാലും മത്സരം വിജയിച്ചതോടുകൂടി 2 പോയിൻറ്റുമായിട്ട് നിന്നിരുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് മുന്നോട്ട് കയറാൻ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചു. അതേസമയം DC ഈ IPLലെ ആദ്യത്തെ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുന്നു. പോയിൻ്റ് പട്ടികയിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റമുണ്ട്. DC 5 കളികൾ 8 പോയിൻറ്റ് രണ്ടാമതേക്ക് ഇറങ്ങി. 6 കളികൾ 8 പോയിൻ്റുള്ള ഗുജറാത്ത് ടൈറ്റൻസ് 1ാം സ്ഥാനം. അതേസമയം മുംബൈ ഇന്ത്യൻസ് ഇതാ 7ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. 6 കളികളിൽ നിന്ന് അവർക്കിപ്പോൾ 4 പോയിൻറ്റുകളുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.